കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ കരവിരുതിന്റെ മനോഹാരിതയിൽ ഉപജീവനം നടത്തുന്ന മേഖലയാണ് മൺപാത്ര നിർമ്മാണം. ആധുനികവൽക്കരണം മൺപാത്ര നിർമ്മാണ മേഖലയെ കാര്യമായി ബാധിച്ചതോടുകൂടി പലരും കുലത്തൊഴിൽ ഉപേക്ഷിക്കേണ്ട സ്ഥിതിയുമുണ്ട്. ഒരു കാലത്ത് വീട്ടടുക്കളകളിൽ സജീവമായിരുന്നു മൺപാത്രങ്ങൾ. കുടിൽ വ്യവസായമായി ആരംഭിച്ച തൊഴിൽ വലിയ വിപണി കീഴടക്കിയ കാലമുണ്ടായിരുന്നു. വിറകടുപ്പിൽ നിന്ന് ഗ്യാസ് അടുപ്പിലേക്കും വൈദ്യുതിയിലേക്കും പാചകം മാറിയപ്പോൾ മൺപാത്രങ്ങൾക്ക് ആവശ്യക്കാർ കുറഞ്ഞു. ഇതോടെ പാരമ്പര്യ തൊഴിൽ ഉപേക്ഷിച്ച് പലരും മറ്റു ജോലികളിലേക്ക് ചേക്കേറി. എന്നാൽ തലമുറകളാൽ കൈമാറി വന്ന കരവിരുതിന്റെ തൊഴിൽ ഉപേക്ഷിക്കാതെ ഉപജീവനം കണ്ടെത്തുന്നവരും ഈ മേഖലയിലുണ്ട്. മൺപാത്രങ്ങളും മറ്റ് കരകൗശല വസ്തുക്കളും ഇവരുടെ കൈമനോഹാരിതയിൽ ഇവിടെ രൂപപ്പെടുകയാണ്. കളിമണ്ണ് മൃദുവാക്കി ചക്രത്തിൽ കയറ്റി വിവിധ ആകൃതികളിലേക്ക് രൂപപ്പെടുത്തുന്നു. തുടർന്ന് ഓരോ പാത്രത്തിന്റെയും അടിഭാഗം സമമാക്കുന്നതിനായി സൂക്ഷ്മമായി അടിച്ചുരുട്ടി വിള്ളലുകൾ ഒഴിവാക്കുന്ന രീതിയിൽ ഒരുക്കും. രൂപം നൽകിയ പാത്രങ്ങൾ ആദ്യം സൂര്യപ്രകാശത്തിൽ ഉണക്കും. ശേഷം ചൂളയിൽ കത്തിച്ച് ബലപ്പെടുത്തുന്നതാണ് നിർമ്മാണ രീതി. സമയവും ക്ഷമയും സർഗാത്മകതയും കൂടിച്ചേർത്താണ് മണ്ണിൽ പാത്രങ്ങൾ ചുട്ടെടുക്കുന്നത്. അതേസമയം കഠിനാധ്വാനത്തിനനുസരിച്ചുള്ള സാമ്പത്തിക നേട്ടം ലഭിക്കുന്നില്ല എന്നതാണ് തൊഴിലാളികളുടെ പ്രധാന ആശങ്ക. കുറവന്ന് മാത്രമാണ് ഇവിടെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് വിലയോട് പറയുമ്പോ ചിലവര് പറയണത് ഇത്ര വിലയാ ഈ കളിമണ്ണിന്റെ. കളിമണ്ണ് ലഭിക്കാനുള്ള പ്രതിസന്ധിയും ഈ മേഖലയ്ക്ക് പ്രധാന വെല്ലുവിളിയാണ്. എങ്കിലും പാരമ്പര്യമായി കൈമാറിയ ഈ തൊഴിൽ ഉപേക്ഷിക്കാതെ ജീവിതോപാധിയായി മണ്ണിൽ ഉപജീവനത്തിന്റെ മൺപാത്രങ്ങൾ ഒരുക്കുകയാണ് ഇവർ. അതിൽ ചട്ടി, കലം, പിന്നെ പായസക്കാലം, കൊട, ചെറിയ കുടയ്ക്ക, അങ്ങനെ 5-6 തരം അടുപ്പ്, അങ്ങനെ പല